ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ അമ്പലത്തിലല്ല പോയത്. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം, അതായത് ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് കേട്ടോ. ഈ വടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗായ്സ് ഞാനിത് എങ്ങോട്ടേക്കാണെന്നുള്ളത്. ഞാനും ഏട്ടനും കുട്ടിയും കൂടെ മീൻ പിടിക്കാൻ പോവുകയാണ് ഗായ്സ്. മീൻ പിടിക്കാൻ എൻ്റെ ഈ ഇത്ര നാളിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ മീൻ പിടിക്കാൻ പോകുന്നത്. ആക്ച്വലി തോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ തോർത്തുകൊണ്ട് പിടിക്കുന്നതല്ലാതെ ചൂണ്ടലിട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഏറെക്കുറെ ഒരു 5 മണി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തൊരു കുളങ്ങര ഭഗവതി ക്ഷേത്രം, ഭഗവതി ക്ഷേത്രമല്ല, ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ. അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല വ്യൂ ആയിരുന്നു ആ സന്ധ്യ നേരത്ത് പോയതുകൊണ്ട്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു വ്യൂ ആയിരുന്നു. ഇതേ ആ കാണുന്നതാണ് കേട്ടോ അമ്പലം. ഞങ്ങളുടെ കുഞ്ഞിന് ഇവിടെ വെച്ചിട്ടായിരുന്നു ചോറൂണൊക്കെ ഉണ്ടായിരുന്നത്. ഇതാണ് കുളം. ഈ കുളം അടുത്തുള്ളതുകൊണ്ടാണ് അമ്പലത്തിന് കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പേര് വന്നത്. ഇത് അമ്പലത്തിൻ്റെ മുന്നിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു പടുകൂറ്റനാലാണ് ഗായ്സ്. നല്ല വ്യൂ പറഞ്ഞാൽ നല്ല വ്യൂ. അതേപോലെ തന്നെ കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മാതിരി കാറ്റ് വെച്ചിട്ടാ. അത് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. കുറച്ച് കഴിയേണ്ട ആവശ്യമില്ല, ഇപ്പം തന്നെ കണ്ടോ. അത് കൂടി ഇങ്ങനെ ഏട്ടൻ എന്തൊക്കെയോ പ്രിപ്പറേഷൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. ചൂണ്ടലുണ്ടൊക്കെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് കുപ്പിയൊക്കെ തല്ലി പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്തിനാണ് ഇയാൾ ഇങ്ങനെ കാണിക്കുന്നത് വെച്ചിട്ടൊക്കെ നോക്കിയിരുന്നു. കുട്ടി പോസ് ചെയ്യാണ്. അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഇതേ ഞാനും പോസ് ചെയ്യുന്നു. ആ വടി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കണു. അത്രയും കാറ്റുണ്ടായിരുന്നു കേട്ടോ. ദേ അയത്തി വെക്കണത് അവനായിരുന്നു കേട്ടോ. കാറ്റിൻ്റെ ഇതുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തോന്നി അത്യാവശ്യം നല്ല ഒഴുക്കും ഇതൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് ഒരു മഴയുടെ ഒരു വട്ടമൊക്കെ ഉണ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിക്കണത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നേരത്തെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സെൽഫി മോഡിലിട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഞാൻ എൻ്റേതായ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാറ്റായതുകൊണ്ട് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണിലേക്ക് പൊടിയൊക്കെ പാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പാട വരമ്പത്ത് കൂടെ പോയാലാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. ഇതേ ആ കാണുന്നതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റ്. നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ പുഴ വക്കിലോ ഒക്കെ പോയിട്ടാണ്. അല്ല കേട്ടോ, ജസ്റ്റ് ഒരു പാടത്തിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു തോട്, ഒരു കുഞ്ഞു തോട്, അതിൽ വന്നിട്ടാണ് മീൻ പിടിക്കുന്നുണ്ടായിരുന്നത്. ഈ പോയിൻറ്റും ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നത്. അത്യാവശ്യം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ വിചാരിച്ചു ചൂണ്ടലിടുമ്പോഴേക്കും എൻ്റെ അതിനകത്ത് സിലോപ്പി, കണ്ണൻ, വരാൽ അങ്ങനത്തെ മീനൊക്കെ കൊത്തും. വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. വീണ്ടും അവിടെ എത്തിയിട്ട് ഞാനിങ്ങനെ സെൽഫി മോഡിലിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കുകയാണ്. നല്ല വ്യൂ ആയതുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ നേരത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കുത്തി പൊട്ടിക്കാനുണ്ടായിരുന്നില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആ ചൂണ്ടലിൻ്റെ ഇതിനെന്താ പറയുക, ഈര എന്നാണ് കേട്ടോ ഞാൻ പറയുക. അതിന് വേണ്ടി കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴെനിക്ക് മനസ്സിലായത് വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങി കിടക്കുമല്ലോ, മീൻ കൊത്തി കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങനെ ഇളകുമ്പോൾ നമുക്ക് പിടിച്ച് പൊക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതേ വടി ഞാൻ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടേറ്റ് കൊടുക്കുന്നതാണ് ഗായ്സ്. ഏട്ടൻ പറഞ്ഞു നമുക്ക് വല്ല വടി എന്തെങ്കിലും പൊട്ടിക്കാന്ന്. പക്ഷേ ഭാഗ്യത്തിന് എവിടെ ഒരു വടി ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വടി ഉണ്ടാവുകൊണ്ട് എനിക്ക് ചൂണ്ടലിടാൻ കിട്ടി. പിന്നെ ഏട്ടനെ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വടി കഷ്ണം കിട്ടിയിട്ട് കുട്ടിക്ക് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ദൗത്യം എന്നുള്ള പോലെ എറിഞ്ഞു ഗായ്സ്. എറിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. ഞാൻ വിചാരിച്ചിരുന്നാൽ കുറച്ച് നേരമൊക്കെ നിൽക്കേണ്ടി വരും. നല്ല ഒഴുക്കുണ്ടായിരുന്നു. ചെറിയ തോടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഒഴുക്കുണ്ടായിരുന്നു. വിചാരിച്ചില്ല മീൻ കിട്ടുന്നൊന്നും. പക്ഷേ ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ ചൂണ്ടലൊരിളക്കം. ഗൈസ്, എനിക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ എൻ്റെ സക്സസ്ഫുള്ളി ഞാനൊരു മീനെ പിടിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞ് മീനെ കിട്ടി. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അതിൻ്റെ ചുണ്ടുകൂടെ കോർത്ത് ചോരയൊക്കെ വന്നിട്ടുണ്ടപ്പോൾ ഞാനൊരു കൊലയാളി ആയല്ലോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും എൻ്റെ ഒരു എന്താ പറയുക, കുറേ കാലത്തെ ആഗ്രഹമാണ്. എനിക്ക് മീൻ കിട്ടിയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇൻസ്പിറേഷനായിട്ട് അവർ രണ്ടുപേരും അവിടെ ഇവിടെ നിന്നിട്ട് ചൂണ്ടലിടുകയാണ്. കുട്ടി കുറേ ഇലയൊക്കെ കോർത്തിട്ട് നിന്നിടുന്നുണ്ട്. അത്രയും നേരം നിന്നിട്ട് ഞാൻ ഈ എണ്ണിപ്പെറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമയം ഒരുപാടായിട്ടുണ്ട്. 1.5 മണിക്കൂറായി. അത്ര നേരമായിട്ടും കിട്ടിയത് ഒരൊറ്റ മീനാണ് ഗൈസ്, ഒറ്റ മീനാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 പിള്ളേർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കിട്ടിയ മീൻ അവർക്ക് കൊടുത്തിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയിരിക്കുന്നു ഗൈസ്. ടാറ്റാ, ബൈ ബൈ, സീ യു.